കൊച്ചിയുടെ ആവേശത്തിലേക്ക് പോവാണ്. കാരണം ഇന്നലത്തെ ദിവസം നമ്മൾ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും അതേപോലെ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും കോട്ടയത്തെയും ഒക്കെയും ആവേശങ്ങൾ കണ്ടായിരുന്നു. മുഴുവൻ ഒരു അർജന്റീന മയമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും മത്സരശേഷം എന്തായിരുന്നു അവിടുത്തെ കാഴ്ചകൾ എന്നാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കണ്ടു. ഇനി കൊച്ചിയിലേക്ക് പോവാണ്. കൊച്ചി കറുകപ്പള്ളിയിൽ നിന്നും നമ്മുടെ ജോയ്മോൻ ജോസ് ഇറക്കിയ റിപ്പോർട്ട്സിലേക്ക്. 16 വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ച് സ്പാനിഷ് പട അർജന്റീനയെ 1 ഗോളിന് വീഴ്ത്തി ഗംഭീര ജയത്വം സ്വന്തമാക്കി കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. എന്തായാലും അതിന്റെ ആവേശമാണ് നമ്മൾ കണ്ടത്. അതിൽ വലിയ ആവേശം തന്നെ സ്പെയിൻ ആരാധകർക്കുണ്ട്. എന്തായാലും അർജന്റീനയെ സംബന്ധിച്ച് ഒരുപാട് ചരിത്ര നേട്ടങ്ങൾ കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു. തുടർച്ചയായ 2ാം കിരീടം. പക്ഷേ അത് നഷ്ടപ്പെട്ടു. അതായത് ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും എൻസോ ഫെർണാണ്ടസിന് കിട്ടിയ റെഡ് കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയായി. പോയി അർജന്റീന പോയി, ഫിഫയുടെ ചെക്കന്മാര് പോയി, വീട്ടില് പോയി. ബ്രസീൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എഫർട്ട് ഒരു കളി എല്ലാ കളിയും കള്ളക്കളിയാണ്. കള്ളക്കളി കാണിച്ച് എങ്ങനെ ജയിക്കാൻ പറ്റുന്നു? അവസാനം തോറ്റി. ഇതിലൊരു ഗോളുണ്ട്. ആ ഗോൾ എന്തിനുവേണ്ടി കൊടുത്ത് നിഷേധിച്ച്, അത്രയും പറയാനുള്ളൂ. ആ ഒരു ഗോൾ എന്തിനോട് നിഷേധിച്ച്, അതേ ഫിഫയോട് ചോദിക്കാനുള്ളൂ. ഒന്നും പറയാ. രണ്ടെണ്ണം ഇപ്പൊ അത്ര നല്ല കളിയാണ്. നമ്മളെ സ്പെയിൻ കിടിലൻ കളിയാണ്. ഞാൻ പോർച്ചു. സ്പെയിൻ നന്നായിട്ട് കളിച്ചു. സ്പെയിൻ നന്നായിട്ട് കളിച്ചു. കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. ഒക്കെ മാറി കിട്ടി പറഞ്ഞ സന്തോഷം. സ്പെയിൻ അർഹിച്ച വിജയം. അത് അത്ര പറയാനുള്ളൂ. ഒരു ഫൈനലായിട്ട് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റാത്ത അർജന്റീന പിന്നെ എന്തിനുള്ള അത്രേ ഉള്ളൂ. അത്ര നല്ല കളിയായിരുന്നില്ല. പിന്നെ പൊസഷൻ എല്ലാം സ്പെയിനായിരുന്നു. ആ സ്പെയിൻ അനുകൂലമുള്ള ജയം തന്നെയായിരുന്നു. എന്തായാലും മെസ്സി ഒന്നുമില്ല. അത് പൊരുതി തോറ്റു. മറ്റേ സൈഡ് തോക്കും. അല്ലാണ്ട് ഇവിടെ പോലെ കൂട്ടക്കരച്ചിലൊന്നുമില്ല നമുക്ക്. ഇവിടെ പിന്നെ ഒരു നല്ല കളിയായിരുന്നു. പിന്നെ അറ്റാക്കിംഗ് എല്ലാം സെറ്റ് ആയിരുന്നു. അതെന്ന് വെച്ചാല് അർജന്റീനക്കാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു പോരെ, ആകെ ഒരു ഷോട്ട് മാത്രമേ പോസ്റ്റിലേക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബോള് തൊട്ടിട്ടില്ല അർജന്റീന. അല്ല കളിച്ച് തോറ്റ വിഷമില്ല. ബോള് തൊട്ടിട്ടില്ല. 90-ാം മിനിറ്റ് എങ്ങനെ എത്തിച്ചവര് ലാസ്റ്റ് സ്പെയിൻ ഉറക്കി വിട്ടവര്. ഫൈനൽ കളിക്കാൻ വന്നാണോ അർജന്റീന? ഷോട്ട് എവിടെ? മെസ്സി എവിടെ? എനിക്കറിയില്ല. ഇത്രയും നാളത്തെ കളിയൊക്കെ എന്താ അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ആ ബോൾ എടുക്കാൻ കൂടി ശ്രമിച്ചില്ല. എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെ, ഭയങ്കര ആഗ്രഹമായിരുന്നു അടിക്കണമെന്നുള്ളത്. അതായാലും പ്രതീക്ഷിച്ചു. പക്ഷെ മെസ്സിനെ കൊണ്ട് തൊടിയിച്ചില്ല. അതാണ് ഭയങ്കര സന്തോഷം. കൂട്ടി കൗണ്ടർ അറ്റാക്കിങ്. സ്പെയിൻ ഫാൻ അല്ലേ? എന്നാ പറയാനുണ്ട്? കളി ജയിച്ച് സന്തോഷമായോ? സന്തോഷമായി. കപ്പടിച്ച് വേറെന്താ പറയാനോ? ഒന്നും പറയല. സന്തോഷം. കാത്തിരുന്ന കിരീടം സ്വന്തമാക്കിയിട്ടു. അതിന്റെ ഒരു ആഘോഷം അല്ലെങ്കിൽ അതൊരു സന്തോഷം സ്പാനിഷ് പടയ്ക്കൊക്കെ ഉണ്ട്. എന്തായാലും അർജന്റീനയെ സംബന്ധിച്ച ശേഷം നിരാശകരമായ അല്ലെങ്കിൽ നിരാശാജനകമായ ഒരു മത്സരമായിരുന്നു. കാരണം ആദ്യം മുതൽ അവസാനം വരെ ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ കാര്യമായ മുന്നേറ്റങ്ങളോ ഒന്നും തന്നെ നടത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചില്ല. എന്തായാലും ഈ ഇന്നേ വരെ, അതായത് ആദ്യം ഗ്രൂപ്പ് ഘട്ടം മുതൽ സെമി വരെ ഉണ്ടായിരുന്ന അർജന്റീനയുടെ അപ്രമാദത്തിന് വിരാമം ഇട്ടുകൊണ്ട് സ്പാനിഷ് പട കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജിബിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.